എല്ലാവർക്കും നമസ്കാരം. ആർക്കൺസിൻ്റെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതാണ് രാവിലെ തന്നെ വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇന്ന് ഞങ്ങളുടെ ക്വാറൻറ്റൈനിലെ 11ാമത്തെ ദിവസമാണ്. ഞങ്ങൾ എങ്ങനെ ക്വാറൻറ്റൈനിലായുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഞാനും എൻ്റെ വൈഫുമാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത്. വേറെ ആരുമില്ല, ക്വാറൻറ്റൈൻ ആയതുകൊണ്ട് വേറെ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ ഒറ്റക്കാണ്. അപ്പോൾ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി തന്നെ ഒറ്റക്കായി പോയി. ഫ്രണ്ട്സ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല, ഫാമിലി ഇല്ല, ആരും ഇല്ല. ഞങ്ങൾ രണ്ടാളും മാത്രമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെ കാണിച്ചു തരാം. അവൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് രാഖി, എൻ്റെ വൈഫ് രാഖി മോൾ. ആക്ച്വലി ഞങ്ങളുടെ കല്യാണം ഒരു ലവ് മാരേജ് ആയിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഒന്നിച്ച് പഠിച്ചതാണ്. പക്ഷേ ഏജ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ, എനിക്ക് കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി തന്നെ ഒറ്റക്കായതിൽ കുറച്ച് വിഷമമുണ്ട്. എന്നാലും അതുകൊണ്ടാണ് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ്, ഫ്രണ്ട്സും ഫാമിലി എല്ലാം കാണട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ പരിപാടി ഉണ്ടെങ്കിൽ ഫുഡാണ് മെയിനായിട്ട്. വെറുതെ ചെയ്യാൻ എവിടെയും പോകാൻ പറ്റത്തില്ല, വീട്ടിൽ തന്നെ ആയിപ്പോയി. അപ്പോൾ ബിരിയാണിയും പായസമെല്ലാം ആക്കാനുള്ള പരിപാടി ഉണ്ട്. പിന്നെ ചിക്കൻ്റെ വേറെ എന്തോ ഐറ്റം ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അതാക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബിരിയാണിയും പായസമെല്ലാം ഉണ്ടാകാം. അപ്പോൾ അതിലേക്ക് ഇറങ്ങാം അല്ലേ. ബിരിയാണി വെക്കാൻ നോക്കുമ്പോഴാണ് സാധനങ്ങളൊന്നും ഇല്ല. അയാളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, എൻ്റെ കസിനെ പറഞ്ഞു വിട്ടില്ല, വേറെയില്ല. എന്താ പറയുക, സ്നേഹസമ്പന്നനും സർവോപരി പരോപകാരിയുമായ നമ്മുടെ സ്വന്തം ജിബിനടക്കനെയാണ് കൂട്ടിയിട്ടുള്ളത്. അതാണ് നമ്മളെ ഞാൻ പറഞ്ഞ ജിബിൻ ഇറക്കൻ. അവിടെ വെച്ചാൽ സാറെ അവിടെ വെച്ചാൽ ഹാപ്പി ആനിവേഴ്സറി. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പുള്ളി തന്നെ കാര്യപ്പിച്ചു. ബിരിയാണിക്കുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ബിരിയാണീൻ്റെ മിക്സ് ആക്കിയിട്ടില്ല. ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയുള്ള ഉള്ളിയാണ്. ബിരിയാണിക്ക് വേണ്ട ചിക്കൻ ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മസാല ചിക്കൻ്റെ അതാവുന്നുണ്ട്. ഡ്രാഗൺ ചിക്കന് വേണ്ടിയിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. ബോൺലെസ് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്.
ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയും ഡ്രാഗൺ ചിക്കനൊക്കെ ആയിട്ടുണ്ട്. കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. പായസം ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു, സമയം കിട്ടിയില്ല, ലേറ്റായി. രാജ്യമോള് വിശപ്പ് കാരണം കഴിക്കാൻ തുടങ്ങി. ഇങ്ങനെ കാത്തുനിന്നു അതുപോലെ കഴിച്ചിട്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഈ ഡ്രാഗൺ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് ഒരിക്കൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതും നല്ല ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷത്തിനേക്കാളും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പായസം ഉണ്ടാക്കണം, കേക്ക് കട്ട് ചെയ്യണം. ഈ 2 കാര്യങ്ങൾ കഴിഞ്ഞാൽ ഹാപ്പി. അപ്പോൾ പായസത്തിൻ്റെ വീഡിയോ നോക്കുക, കാണാം. പായസം ആവുന്നുണ്ട്. രാഗിമോള് പായസം ആക്കി തുടങ്ങിയിട്ടുണ്ട്. പേടിക്കേണ്ട, നേരത്തെ കണ്ട ആൾ തന്നെയാണ്. കുളിക്കാൻ പോയപ്പോൾ ഒന്ന് താടി സെറ്റാക്കാൻ നോക്കിയാൽ സെറ്റാക്കി ഈ ലെവലായി. അപ്പോൾ നമ്മൾ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. കട്ട് ചെയ്യാനുള്ള കേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിക്കണം. അപ്പോൾ കേക്ക് മുറിക്കാമല്ലേ? കട്ട് ചെയ്യാൻ പോവാണ് കേക്ക്. ഒരാൾക്കും കൊടുക്കാനില്ല. അപ്പോൾ കേക്കും കട്ട് ചെയ്തു, പായസം കുടിച്ചു. ഞങ്ങളുടെ ആഘോഷം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് എന്താ പറയുക, ഇത്രയും കാലം കൂടെ നിന്ന എല്ലാവരും, ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇത്രയും കാലം. ഇപ്പോഴും അങ്ങോട്ടുണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ എല്ലാവരും ഈ സമയത്ത് ഓർക്കുകയാണ്. സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. ഒരു ബൈ പറഞ്ഞു കഴിക്കുമ്പോൾ വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം അരിക്കൻസ് ഫാമിലി.